ഞാൻ എഴുന്നേറ്റതിന് ശേഷം അവൻ്റെ വൈഫിൻ്റെ കഴുത്തിന് വെട്ടി. ആ വെട്ട് ഞാൻ തടഞ്ഞ് വെച്ചിരിക്കുന്ന സമയത്താണ് മറ്റൊരു വാളവിൻ്റെ അരയിലുണ്ടായിരുന്നു. ആ വാളെടുത്ത് എൻ്റെ മുഖത്ത് വെട്ടി, വൈഫിൻ്റെ അരയിലും വെട്ടി. ഈ വീട്ടിലാണ് ഒരു അക്രമി കയറി ഭാര്യയും കുട്ടികളുമായിട്ട് കഴിയുന്ന ഒരു ഭിന്നശേഷിക്കാരനായ ഒരു പ്രൈമറി അധ്യാപകനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിട്ട് ഇന്നേ വരെയായിട്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായിട്ടില്ല. നമ്മൾ ഭരണഘടന വിശ്വാസമർപ്പിച്ച്, ഭരണഘടനയാണ് നമ്മുടെ വിശ്വാസവും നമുക്കുള്ള സുരക്ഷിതത്വം തരുന്ന ആ ഭരണഘടനയെ വിശ്വസിച്ചിരിക്കുന്ന ഓരോ ജനങ്ങൾക്കും എന്താണ്? സിറ്റ് ഔട്ടിൽ ഇരിക്കുകയായിരുന്നു ഞാനും ഭാര്യയും മക്കളും കൂടി. കുട്ടികൾ അയാളെങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന അപ്പുറത്തെ വീട്ടിലെ ചെറുക്കൻ ഗേറ്റ് തുറന്ന് വാളും കൊണ്ടുവരുന്നത് കണ്ടായിരുന്നു. പക്ഷേ നമ്മൾ തമ്മിൽ അവനായിട്ട് ഈ വീട്ടിൽ വന്നിട്ട് ഒരു മാസമായിട്ട് ആ വീട്ടുകാരായിട്ടോ അവനുമായിട്ടോ നമ്മളിതുവരെ സംസാരിച്ചിട്ട് പോലും ഇല്ല. ഒരു കുശല അന്വേഷണം പോലും നമ്മളിതുവരെ നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മളത് കണ്ടിട്ട് നമുക്കൊരു പെട്ടെന്ന് എഴുന്നേറ്റ് ഓടാനോ അല്ലെങ്കിൽ എന്താണെന്ന് നോക്കാൻ അവൻ കയറി വരുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടോണ്ടേ നിൽക്കുക. അവനത് കയറി നേരെ വന്ന് അവൻ എന്നെയാണ് വെട്ടിയത്. വെട്ടീൻ്റെ കാലിനൊക്കെ ചെറിയ മുറിവുകളുണ്ട്, നെഞ്ചിൻ്റെ ഭാഗത്ത് ചെറിയൊരു മുറിവുണ്ട്. പിന്നെ കൂടുതൽ ആക്രമിക്കാൻ ശ്രമിച്ചതിൻ്റെ വൈഫിനെയാണ്. വൈഫിൻ്റെ അവിടെ ശരീരത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ചെറിയ ചെറിയ മുറിവുകൾ. ഞാൻ എഴുന്നേറ്റതിന് ശേഷം അവൻ്റെ വൈഫിൻ്റെ കഴുത്തിന് വെട്ടി. ആ വെട്ട് ഞാൻ തടഞ്ഞ് വെച്ചിരിക്കുന്ന സമയത്താണ് മറ്റൊരു വാളവിൻ്റെ അരയിലുണ്ടായിരുന്നു. ആ വാളെടുത്ത് എൻ്റെ മുഖത്ത് വെട്ടി, വൈഫിൻ്റെ അരയിലും വെട്ടി. അസഭ്യം വല്ലതും വിളിച്ചോ? ഫുൾ അസഭ്യമായിരുന്നു. അവൾ ഏറ്റവും കൂടുതൽ അസഭ്യം പറഞ്ഞത് വൈഫിനെയാണ്. ഒരു കാരണവും മുൻവൈരാഗ്യവുമില്ല. ഒരു മുൻവൈരാഗ്യമോ ആ കുട്ടിയുടെ പേര് പോലും, ആ വ്യക്തിയുടെ പേര് പോലും എനിക്കറിയില്ല. നമ്മളിവിടെ 3-4 തവണ ഇപ്പോൾ ഈ ഒരു സ്കൂൾ തുറക്കുന്നതിന് മുമ്പ്, എനിക്ക് സ്കൂളിൻ്റെ അടുത്താണ്, ഞാൻ സ്കൂളിലെ അധ്യാപകനാണ്. അത് സ്കൂൾ തുറക്കുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് ഞങ്ങൾ ഈ വീട്ടിൽ വന്നത്. അപ്പോൾ ഇതുവരെ എന്നിട്ട് നമ്മൾ സ്വാഭാവികം അടുത്ത വീട്ടിൽ നമ്മൾ പുതിയ വീട്ടിൽ താമസക്കാരാന്നുള്ള രീതിയിലൊരു സംസാരം നമ്മൾ അത്യാവശ്യം. പക്ഷേ ഇതുവരെ നമ്മൾ ആ രീതിയിൽ പോലും അവരോടോ ആ വീട്ടുകാരോടോ പയ്യനോടോ നമ്മളൊന്നും സംസാരിച്ചിട്ടില്ല. ഇതെന്താണ് നമുക്കതിന് അറിയില്ല. ഒരു കാരണവുമില്ലാതെ, മുൻവൈരാഗ്യവുമില്ലാതെ അദ്ദേഹത്തിന് ഭാര്യയും കുട്ടികളുമായിട്ട് ഈ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോഴാണ് ഒരു അക്രമി കടന്നു വരിക, അദ്ദേഹത്തെ മാരകമായി മർദ്ദിക്കുക, അസഭ്യം പറയുക, അദ്ദേഹത്തെ വെട്ടിപ്പരിക്കേൽപ്പിക്കുക. അദ്ദേഹം ചികിത്സ കഴിഞ്ഞ് കൊച്ചു കുട്ടികളായിട്ടുള്ളവർ 2 കുട്ടികളാണ്, അവരുടെ മുമ്പിൽ വെച്ചാണ് ഇത്തരത്തിൽ അക്രമം കഴിഞ്ഞിട്ട് ഇന്ന് 5 ദിവസമായിട്ടും ആ അക്രമിയെ പിടിക്കാനുള്ള ഉദാസീന കാണിക്കുകയാണ്. മുഖ്യമന്ത്രിക്കും DGPക്കും ഒക്കെ പരാതി കൊടുത്തിട്ടും ഇതുവരെയുമായിട്ട് ആ അക്രമിയെ പിടിക്കാതെ സമൂഹത്തിൽ വിളയാടുന്ന നിരവധി ക്രിമിനൽ കേസുകളിലുള്ളവരെയൊക്കെ ഇങ്ങനെ ഉപേക്ഷ വിചാരിച്ച് വിടുന്നതിൻ്റെ കാരണം എന്താണ്? കൊല്ലത്ത് കമ്മീഷണർക്കും പരാതി കൊടുത്തിട്ടും ഇത്രയും ദിവസമായിട്ടും ഓരോ കുടുംബത്തിലും സുരക്ഷിതമായിട്ട് അവനവൻ്റെ വീട്ടിൽ നിന്ന് സുരക്ഷിതമായി കഴിയാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണോ ഉള്ളത്? അന്ന് തന്നെ പോലീസിൽ പരാതി കൊടുത്തോ? അന്ന് ആ 12:55 ഞാൻ കൺട്രോൾ റൂമിൽ റിപ്പോർട്ട് ചെയ്തു. കൺട്രോൾ റൂമിൽ വിളിച്ച് പറഞ്ഞപ്പോൾ ഇവിടുന്ന് ആരെങ്കിലും വന്ന ഉടനെ അവിടുന്ന് കൺട്രോൾ റൂമിൽ നിന്ന് പോലീസുകാർ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഒരു പോലീസുകാരൻ ഓഫീസ് വേഷത്തിൽ വന്നു, സിവിൽ ഡ്രസ് അല്ലാതെ വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോകാൻ പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം ഇവിടെ വണ്ടി നിറച്ച് ഓഫീസേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പരാതി എവിടെ കൊടുത്തത്? പരാതി ഞാൻ പോലീസിന് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഞാൻ മുഖ്യമന്ത്രിക്ക് ഇമെയിൽ വഴി, മുഖ്യമന്ത്രിക്കും ഞങ്ങളുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്കും ഇമെയിൽ വഴി ഞാൻ റിപ്പോർട്ട് കൊടുത്തു. മുഖ്യമന്ത്രി തിരിച്ചെനിക്ക് ഡിസ്ട്രിക്ട് ചീഫിന് ഫോർവേഡ് ചെയ്തായിട്ടുള്ള മെയിലും എനിക്ക് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര 5 ദിവസത്തിൽ കൂടുതലാണ്, 5 ദിവസം ആവുന്നല്ലോ, ഇതുവരെയും വന്നിട്ട് സ്റ്റേറ്റ്മെൻ്റ് അങ്ങനെ എടുത്തോ? എന്താണ് സംഭവം അന്വേഷിച്ചത്? എൻ്റെ അന്നേ ദിവസം തന്നെ രാത്രി 8 മണിക്ക് എന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. അതിനുശേഷം പോലീസുകാർ മൊഴിയെടുക്കാൻ ഹോസ്പിറ്റലിൽ വന്നായിരുന്നു. മൊഴിയെടുത്ത് 6ഓളം വകുപ്പുകൾ സെഷനുകൾ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. FIRൻ്റെ കോപ്പിയൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇതിൽ എനിക്ക് ഡൗൺലോഡ് ചെയ്ത് ഞാൻ എടുത്തായിരുന്നു. പക്ഷെ എന്താണ് ഈ പ്രതിയെ പിടിക്കാത്ത? പ്രതി മുൻപും ഇത്തരം കുറ്റകൃത്യങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയാണെന്നാലും അറിയപ്പെടുന്നത്. ഒരുപാട് കുറ്റകൃത്യങ്ങളുണ്ട്, ഒരുപാട് കേസുകളുണ്ട്. ഓൾറെഡി കാപ്പായിലൊക്കെ ആയിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇതിന് ശേഷമാണ് ഈ കുട്ടിയുടെ പേര് പോലും ഞാൻ അറിയുന്നത്. അതുവരെ നമുക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ പേര് പോലും എനിക്കറിയില്ല. നിലയിൽ ഇതുവരെ ആളെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ആകെയുള്ളൊരു
വിഷമം. കാരണം ഇത്രയും ഇതായിട്ടും വ്യക്തിയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും പിണറായി സർക്കാരിൻ്റെ പോലീസുകാർ ഇത്തരം അക്രമികളെ പിടിച്ച് നാടിലും ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കട്ടെ. ഇദ്ദേഹത്തെ പോലുള്ളവർ കുടുംബത്ത് കഴിയുന്നവർക്ക് സമാധാനമായിട്ടും ശാന്തിയോടെയും കഴിയാനൊരു അവസരം സർക്കാരുകൾ ഉണ്ടാക്കണം. പോലീസുകാർ ശക്തമായ നടപടിയെടുക്കണം. അദ്ദേഹം ഇന്നും ആശുപത്രിയിൽ പോയി ചികിത്സ തേടി പ്ലാസ്റ്റിക് സർജറി ഉൾപ്പെടെയുള്ള ഈ മാരകമായ വെട്ടേറ്റ് ജീവൻ തന്നെ അപകടത്തിലാവേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിക്ക് ഭേദമായിക്കൊണ്ടിരിക്കുന്നു. ചികിത്സ തേടിക്കൊണ്ട് 2 കുട്ടികൾ, ആ കുട്ടികൾ ഇപ്പോഴും ഭയപ്പാടോടാണ് സ്കൂളിൽ പഠിക്കുന്ന അദ്ദേഹം. ഒരു പ്രൈമറി അധ്യാപകനും ഭിന്നശേഷിക്കാരനുമായിരുന്ന ഒരു യുവാവിനെ വീട്ടിൽ കയറി ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. എൻ്റെ മൂത്ത മോൾക്ക് 13 വയസ്സും ഇളയ മോൾക്ക് 3.5 വയസ്സുമായി. ഈ 2 കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഇങ്ങനെ ഒരു അക്രമി വെട്ടുന്നത്, അമ്മയും അച്ഛനെയും വെട്ടുന്നത്. എൻ്റെ മൂത്തവൾ മകളുടെ ഭയാനകമായ, ഇപ്പോഴും അവളുടെ അവസ്ഥ മാറിയിട്ടില്ല. അവൾ തലേന്ന് രാത്രി വരെയും അമ്മയുടെ ഉറക്കത്തിൽ രാത്രി 2:30 അമ്മയോട് എഴുന്നേറ്റ് ചോദിക്കുക, അപ്പാടെ മുഖമൊക്കെ ശരിയാകുമോ എന്ന്. അവൾ ഇത്രയും പേടിച്ചിട്ട് അവൾ ഒരു പേടിയുടെ അവസ്ഥയിൽ തന്നെയാണ്. ഇളയ മോള് തന്നെ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് സ്റ്റാഫുകളൊക്കെ വന്ന സമയത്തും അവരോടത്ത് കുട്ടി പറയുക പപ്പാനെ വെട്ടിയെന്ന് ആക്ഷൻ രൂപത്തിൽ അവൾ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അത്രയും കുട്ടികളുടെ മനസ്സിൽ ആ ഒരു ഭയം ചെന്നെത്തിയിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ നമുക്ക് എന്താണെന്ന് ഇതുവരെ അറിയത്തില്ല. എത്രയും പെട്ടെന്ന് പ്രതിയെ പിടിച്ച് അതിൻ്റെ കാരണം അറിഞ്ഞു കിട്ടിയാൽ അത്രയ്ക്ക് നമുക്കൊരു, കാരണം ഒരുപാട് പേര് പറഞ്ഞു ഇത് നമുക്കിങ്ങനെ പോയാൽ ബുദ്ധിമുട്ടാകും നിങ്ങൾ എത്രയും പെട്ടെന്ന്, കാരണം നമ്മളങ്ങനെ പോയി കഴിഞ്ഞാലൊന്നും ശരിയാവുന്നൊരിതല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു അപകടത്തിന് ഇരയായത്, അല്ലെങ്കിൽ അവന് പ്രത്യേകിച്ച് ചെയ്യും എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഒന്ന് അറിയണമെന്നൊക്കെ ഉണ്ട്. അന്നേ ദിവസം തന്നെ രാവിലെ ഞാൻ പാല് വാങ്ങിക്കാൻ പോകുമ്പം ഈ പ്രതിയും അദ്ദേഹത്തിൻ്റെ കൂടെ ഒരാളും കൂടെ പുറത്തുണ്ടായിരുന്നു. ഈ സംഭവം നടക്കുമ്പോഴും പുറത്ത് ഒരു പയ്യനുണ്ട്. ആ പയ്യനിതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ആ പയ്യൻ്റെ പേരും എനിക്കറിയത്തില്ല, ആളെ കണ്ടാലേ അറിയത്തുള്ളൂ. എന്നെ കണ്ട് ഞാൻ പാല് വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് എന്നെ കണ്ട് ഓടി അവൻ വീട്ടിനകത്തോടെ കയറുന്നുണ്ടായിരുന്നു. എന്നെ ഈ വെട്ടിയ ഈ മനു എന്ന് പറയുന്ന വ്യക്തി എന്നെ കണ്ട് നേരെ വീട്ടിനകത്ത് ഓടി കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ വണ്ടി ക്രോസ് ചെയ്ത് പോയി. അപ്പോഴേ ഇത് എയിം ചെയ്തിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അതൊക്കെ ആ സമയത്ത് ഈ സംഭവം കൂടെ കഴിയുമ്പോൾ പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളല്ലേ. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ രാജ്യത്തോ നാട്ടിലോ ജില്ലയിലോ ഒരിടത്തും ഉണ്ടാകാതിരിക്കട്ടെ. അതിന് വേണ്ട ശക്തമായ നടപടികൾ സർക്കാരും പോലീസും നടപടി സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നീതി മേടിച്ചു കൊടുക്കണം എന്ന് പറയുന്നു. കർമ്മ ന്യൂസ്, രാമഭദ്രൻ.